ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടവും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ബജി തയ്യാറാക്കാൻ പോവാണ്. ഞാൻ 7 തരത്തിലുള്ള ബജിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഇടാം. ഇല്ലെങ്കിൽ കായപ്പൊടി ഇല്ലെങ്കിൽ കട്ടക്കായ എടുത്ത് കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് ആ വെള്ളം എടുത്താലും മതി. കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇടുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു തവണ ഞാൻ മുട്ട ബജി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഈ മാവ് കുറച്ചൊന്ന് പൊങ്ങി വരും, അല്ലാതെ വേറെ ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഞാൻ കട്ടക്കായം കലക്കിയ വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള ബജി എന്ന് പറഞ്ഞാൽ മുളക് ബജിയാണ്. പക്ഷേ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ബജി മുളക് കയ്യിലില്ല. മാവ് ഒരുപാട് ലൂസാവാതെയും ഒരുപാടങ്ങ് കട്ടിയായിട്ടും കലക്കണ്ട, ഒരു മീഡിയം ലെവലിൽ ഒന്ന് കലക്കിയെടുത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത്തക്കയുടെ ഇല്ലേ, അതിൻ്റെ പച്ചക്ക, പിന്നെ മുട്ട, ക്യാപ്സിക്കം, സവാള, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, പിന്നെ പപ്പടം. ഇത്ര സാധനമാണ്, 7 ഐറ്റംസാണ് ഞാൻ എടുത്തേക്കുന്നത്. സവാള കുറച്ച് കട്ടിയായിട്ട് എടുത്തില്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നിങ്ങനെ ഇതേപോലെ ഇളകിപ്പോരും കേട്ടോ. പിന്നുള്ളതൊക്കെ ഞാൻ നല്ല കട്ടിയായിട്ടാണ് കട്ട് ചെയ്തത്. വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ തീരെ ചെറുതാണ്, ചെറുത് എൻ്റെ കയ്യിൽ ഇരിപ്പോളായിരുന്നേ. ക്യാപ്സിക്കമൊക്കെ ഞാൻ 2 പീസേ എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ക്യാപ്സിക്കത്തിൻ്റെ ബജി നേരത്തെ കഴിച്ചിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് 2 പീസേ എടുത്തോളൂ. കൊള്ളാവോ ഇല്ലയോ എന്നറിയാതെ എല്ലാം കൂടെ എടുക്കണ്ടെന്ന് വിചാരിച്ച്. ആദ്യം പച്ചക്കായാണ് ഇടുന്നത്. അതായത് പച്ചക്ക കട്ട് ചെയ്ത് ഒരുപാട് നേരം വെച്ചിരുന്നാൽ ഒരു കറുത്ത കളറായി പോകുമല്ലോ. അതുകൊണ്ട് ആദ്യം അത് തന്നെ അങ്ങ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ബദ്രൂട്ടൻ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ പൊട്ടറ്റോ, ഞാൻ പറഞ്ഞു പൊട്ടറ്റോ ആണെന്ന് പറഞ്ഞപ്പം പൊട്ടറ്റോ എനിക്ക് വേണം, പക്ഷേ സവാളയുടെ എനിക്ക് വേണ്ട, ഏത്തക്കയുടെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. പക്ഷേ എങ്കിലും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഏത്തക്ക ബജി അവൻ കഴിച്ചപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട്, അവൻ കഴിച്ചു. പിന്നെ ഉള്ളിയുടെ അവൻ കഴിച്ചില്ല. എന്താണെന്നറിയത്തില്ല, ഉള്ളിയോട് പണ്ട് തൊട്ടേ അവനൊരു താല്പര്യമില്ല. ഉള്ളിവട ആയാലും അങ്ങനെ കഴിക്കത്തില്ല. ഏത്തക്കാപ്പം കഴിക്കത്തില്ല. ഏത്തക്ക അവന് ഇഷ്ടമല്ല, ഏത്തക്ക കഴിക്കില്ല പണ്ട് തൊട്ടേ. പക്ഷേ ഇത് ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ കഴിച്ചു. പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടതെന്ന് പറഞ്ഞാൽ മുട്ടയാണ്. മുട്ടയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുട്ട പൊട്ടിത്തെറിച്ച് ഇപ്പം ഗ്യാസിൻ്റെ മുകളിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ, മുട്ട പൊട്ടിത്തെറിച്ചിട്ട് അവിടെ മൊത്തം എണ്ണയായി. അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് സവാളയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സവാളയും ക്യാപ്സിക്കവും ആണ്. അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മുട്ട ബജിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സവാളയുടെയും ക്യാപ്സിക്കം വേറൊരു ടേസ്റ്റ് അല്ല, ഒരു എന്തോ എനിക്ക് ഈ മുളക് ബജി ഇഷ്ടമായതുകൊണ്ടായിരിക്കും ക്യാപ്സിക്കത്തിനോട് എന്തോ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഈ ഇടുന്നത് പൊട്ടറ്റോ ആണേ. ബദ്രൂട്ടിന് പൊട്ടാറ്റോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അവൻ പൊട്ടാറ്റോ പിന്നെയും വാങ്ങി കഴിച്ചായിരുന്നു. അടുത്തതായിട്ട് വഴുതനങ്ങയാണ് ഇടുന്നത്. വഴുതനങ്ങ ബജി ഞാൻ ആദ്യമായിട്ട് കഴിക്കുക, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത ഞാൻ ഇടുന്നത് പപ്പടമാണ്. പപ്പടം ബജി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മളല്ലാണ്ട് എണ്ണയിൽ പൊരിച്ച് കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ 7 ഐറ്റംസും ഇവിടെ ബജിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കാം, എന്താണ് അഭിപ്രായം എന്നറിയണമല്ലോ. അങ്ങനത്തെ ആദ്യത്തെ പപ്പട ബജി എടുത്ത് വെച്ചു. ഇത് പൊട്ടറ്റോ ബജി, ഇത് വഴുതനങ്ങ ബജി,
അടുത്തത് ക്യാപ്സിക്കം, പിന്നെ ഇത് സവാള ബജി, അടുത്തത് മുട്ട ബജി, അടുത്തത് കാബജി. അങ്ങനെ 7 ഐറ്റംസും അടുത്ത് നിരത്തി വെച്ചു. ഇനിയിപ്പം എല്ലാവർക്കും കൊടുത്തു നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.